നമ്മൾ ഇന്ന് എൻട്രി ആപ്പിന്റെ താഴെയുള്ള ചായപ്പീടികയിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈവനിങ് ചായ കുടിക്കാൻ വരാറുണ്ട്. ഭയങ്കര ക്രൗഡഡ് ആണ് ഇവിടെ, നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണുള്ളത്. ഇതിനിടയിൽ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മൾ കാണുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ ലൈക്ക് ഡെയിലി ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ വരുമ്പോൾ അവർ ഓർഡർ പറയുന്നു, അവരുടെ ഓർഡേഴ്സ് ഉണ്ടാക്കി അപ്പാപ്പം കൊടുക്കണം. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആക്ച്വലി അവരോട് സംസാരിച്ച് അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഉള്ള ഒരു പ്ലാനിലാണ്, വൈറ്റ് കോഡിങ് യൂസ് ചെയ്തിട്ട്. അപ്പൊ ഒരു QR കോഡൊക്കെ സ്കാൻ ചെയ്ത് കസ്റ്റമേഴ്സിന് അവരുടെ ഓർഡർ പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞ് അത് ലൈക്ക് എന്തൊക്കെയാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തതെന്ന് അവർക്ക് ഉള്ളിൽ അവരുടെ കമ്പ്യൂട്ടർ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഓർഡറിനനുസരിച്ച് അവർ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ബട്ടൺ വെക്കാം. അത് വെച്ച് നമുക്ക് ലൈക്ക് യൂസേഴ്സിനെ അറിയിക്കാം, യൂസേഴ്സിന് സാധനങ്ങൾ ഒന്ന് കളക്ട് ചെയ്യാം. അപ്പം പേയ്മെന്റ് കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പൊ അവരായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. കടയിൽ അത്യാവശ്യം തിരക്കുണ്ടല്ലോ എന്ന് ഈ ടൈം തിരക്ക് പീക്ക് ആയിട്ടുള്ള ടൈമാണ്. ഈ സമയത്ത് കൂടുതൽ ആൾക്കാർ വരാറ്. നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ രണ്ടുപേരായിട്ടൊക്കെ? രണ്ടുപേരായിട്ട് കൂടുതൽ ആൾക്കാർ വരാൻ നേരത്ത് പെട്ടെന്നിട്ടൊന്ന് ഓർഡേഴ്സ് വരുന്നതും കൂടുതൽ സാധനങ്ങൾ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചില സമയങ്ങളിൽ. നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആക്ച്വലി ഒരു QR കോഡ് അതിനകത്ത് സ്കാൻ ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുക, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുക, നിങ്ങൾക്ക് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വന്ന് കളക്ട് ചെയ്യാൻ പറ്റുക. ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നാറില്ലേ? ഇതൊരു ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും. അത് ആക്ച്വലി പണ്ടത്തെ കാലത്ത് ആക്ച്വലി കോസ്റ്റ്ലി ആണ്. പക്ഷെ ഇപ്പൊ ആക്ച്വലി നമുക്ക് വൈറ്റ് കോഡിങ് വെച്ച് നമുക്ക് സീറോ കോസ്റ്റിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് ഡെപ്ലോയ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആക്കാൻ പറ്റും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോ നമ്മൾ അവരോട് സംസാരിച്ച പ്രകാരം നമ്മൾ അവരുടെ എല്ലാ റിക്വയർമെന്റ്സും എടുത്ത് നമ്മളത് ജെമിനിക്കകത്ത് കൊടുത്ത് നമുക്ക് ലവബിൾ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വൈറ്റ് കോഡിംഗ് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ടൂൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമുക്ക് സീറോ കോഡ് എഴുതിയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലവബിൾ യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു പ്രോംപ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അവരുടെ പേര് അവരെല്ലാ കസ്റ്റമൈസേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് നമ്മൾ ലവബിളിന് കൊടുക്കുക വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ യൂസ് നമ്മുടെ ആവശ്യം നമ്മൾ പറഞ്ഞ ജെമിനിയോട് അടുത്താണ്. അപ്പൊ ജെമിനിയാണ് നമുക്ക് ആക്ച്വലി വേണ്ട ഈ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് തന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ലവബിളിന് ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ലവബിൾ ആക്ച്വലി നമുക്ക് വേണ്ട വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. റൈറ്റ് സൈഡിൽ അതിന്റെ പ്രിവ്യൂ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇത് ക്രിയേറ്റ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് തോന്നുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രോബബ്ലി നമുക്ക് ഇതിനകത്ത് യൂസർ ഓതന്റിക്കേഷൻ അല്ലെങ്കിൽ ഇപ്പം രണ്ട് തരത്തിലുള്ള യൂസേഴ്സ് ഉണ്ട്. ഒന്ന് ഇപ്പം ഓണേഴ്സിന് ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യണം ഓർഡറുകൾ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഈ ഒരു യൂസർ ഓതന്റിക്കേഷൻ നമുക്ക് മിക്കവാറും ഇത് രണ്ടാമതൊന്ന് സെറ്റ് ചെയ്യേണ്ടി വരും. ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് ലവബിളിന് എല്ലാവർക്കും കിട്ടുന്ന ഫ്രീ ക്രെഡിറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വെബ്സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റാണ് നമ്മൾ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് ലവബിളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എനേബിൾ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടൊരു പോപ്പപ്പ് നമുക്ക് വരും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാം. അതിന്റെ നമുക്ക് വൺസ് ക്രിയേറ്റഡ് ആയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് അതിന്റെ വിഷ്വൽസ് ലൈക്ക് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെയാണ് കാണാനുള്ളത് എന്നുള്ളത് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും, പ്രിവ്യൂ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു വെബ്സൈറ്റ് ഇവിടെ ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനകത്ത് ഞാനൊരു യൂസർ ഓതന്റിക്കേഷൻ കൂടി സെറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഒരു ലൈക്ക് ഓണർക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റണം. ആൻഡ് ആ ഓണർക്ക് ഈ കൊടുത്ത ഓർഡേഴ്സ് ഞാനിവിടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റണം. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു പ്രോംപ്റ്റ് കൂടി കൊടുക്കുകയാണ്. ഗിവ് എ സിമ്പിൾ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഡിഫോൾട്ട് യൂസർ നെയിം ഈസ് ഡാഷ് ആൻഡ് പാസ്വേഡ് ഈസ് ഡാഷ്. നമുക്ക് ആവശ്യമുള്ള ആ പാസ്വേഡും യൂസർ നെയിമും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഓണർ പേജ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു പ്രോംപ്റ്റ് കൂടി കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിത് എനേബിൾ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇവിടെ റൈറ്റ് മുകളിലെ കോർണറിൽ നമുക്ക് പബ്ലിഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ലിങ്ക് നമുക്കിവിടെ കിട്ടും. ഈ ലിങ്കിലൂടെ നമുക്ക് ഏതൊരു യൂസർക്കും ലൈക്ക് ആർക്കും ഇനി ഈ ഒരു ആപ്പ് വ്യൂ ചെയ്യാനും ഇതിനകത്ത് ഓർഡർ പ്ലേസ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഞാനിവിടെ ചായ എന്ന് പറയുന്ന ഒരു ടാബിനകത്ത് ഞാനൊരു കട്ടൻ ചായയും അതേപോലെ തന്നെ പലഹാരത്തിനകത്ത് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പം ഓർഡർ ചെയ്തിട്ട് ഞാനത് സബ് ടോട്ടൽ ഇവിടെ ഞാൻ എടുത്തു. എന്നിട്ട് ഒരു നെയിം കൊടുത്തു, ഒരു ടേബിൾ നമ്പർ ഇപ്പം ടേബിൾ നമ്പർ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഓർഡർ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ
ഇതിനകത്ത് തന്നെ ഈ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലൈക്ക് ഒരു ഓണർ ആയിട്ട് ഞാൻ ലോഗിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഓണർ എന്ന് പറഞ്ഞ് നമുക്ക് ലോഗിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഓണർക്ക് യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. ഞാനൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി ആരൊക്കെ ഓർഡർ പ്ലേസ് ചെയ്തു എന്ന് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഓരോ ഓർഡറും പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ക്രിയേറ്റ് ആക്കി ഇതിപ്പോൾ ഈ ചായയും ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടെ എന്ത് ചെയ്യാം, ഈ ടിക്ക് മാർക്ക് കൊടുക്കാം അവിടെ നമ്മുടെ ഓണർക്ക്. അപ്പൊ അത് ആ ഓർഡർ പ്ലേസ് അല്ലെങ്കിൽ ആ ഓർഡർ ഫിനിഷ് ആയി അവർക്ക് വന്നിട്ട് ആ സാധനം കളക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആർക്ക് പോകും, യൂസർക്ക് പോകും. ഈ രീതിയിലാണ് നമ്മൾ ഈ വെബ്സൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നമ്മളൊരു ഫീച്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുതിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, യൂസർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലൈക്ക് യൂസർക്കല്ല, ഓണർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഇപ്പം സോഡ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് ഇപ്പം 15 ആണ്. ഇത് ടീൻ്റെ ഒപ്പം കൊടുക്കാം, അല്ലെങ്കിൽ എവിടെ വെച്ചാൽ കൊടുക്കാം. ടീൻ്റെ അവിടെ കൊടുത്ത് ഞാൻ ആഡ് ഐറ്റം കൊടുത്തു. ഇത് അപ്പം നമുക്ക് അപ്പുറത്തെ ആഡ് ആയിട്ടുണ്ടാവും. അപ്പം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചായൻ്റെ അവിടെ നമുക്കൊരു സോഡ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ അവർക്ക് പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ബേസിക് വെബ്സൈറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അവർക്ക് കൂടുതൽ യൂസേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. അപ്പം ഇപ്പം ഇനീഷ്യലി നമ്മൾ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി അവർക്കത് കൊടുക്കുക, അവർക്ക് കൂടുതൽ എന്തൊക്കെയാ വേണ്ടത് അത് നമുക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ബ്രോ, അപ്പൊ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ബേസിക് പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കസ്റ്റമറുടെ ഫോണാണ്. ഇവിടെ നമ്മൾ ഈ കസ്റ്റമറുടെ ഫോണിനകത്ത് ഞാൻ 2 കാര്യങ്ങൾ, അപ്പം എന്തെങ്കിലും ഞാനിപ്പം ഒരു ഇഞ്ചി ചായ, ഒരു ഏലക്ക ചായ ഓർഡർ എടുത്തു. ഇനി പലഹാരത്തിനകത്ത് ഒരു ബൺ മസ്ക, ഒരു ഉണ്ണിയപ്പം ഓർഡർ ചെയ്തു. ഇനി ഞാനിവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്, ഇതെല്ലാം എടുത്തു. ഇനി നമ്മൾ ഒരു നെയിം കൊടുത്തു. ഒരു ടേബിൾ നമ്പർ എത്രയാണെന്ന് കൊടുക്കുന്നത്, 2 ടേബിൾ നമ്പറിൽ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓർഡർ പ്ലേസ്ഡ് ആയി. ഇനി നമുക്ക് ഇത് ഓണറുടെ ഫോണാണ്, നിങ്ങളുടെ കയ്യിലുള്ള ഫോണോ അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്തോ യൂസ് ചെയ്യാം. ഇവിടെ നമുക്കിപ്പം ഞാനിപ്പം എടുത്തിട്ടുള്ള ആ ഓർഡർ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം റാം, ഇഞ്ചി ചായ, ഏലക്ക ചായ, ബൺ മസ്ക്, ഉണ്ണിയപ്പം. അപ്പോൾ ഇത് ടേബിൾ 2-ലാണ് ഈ കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഓക്കെ കൊടുക്കാം. അപ്പോൾ യൂസർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് പുതിയ ഐറ്റംസ് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെനു മാനേജ്മെന്റിനകത്ത് ആഡ് എ ന്യൂ ഐറ്റം ഉണ്ട്. ഐറ്റം, പ്രൈസ്, ടീയിലാണോ സ്നാക്കിലാണോ വരുന്നത്, ഇത്രയും കൊടുത്ത് നിങ്ങൾക്ക് പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊരു ബേസിക് പ്രോട്ടോടൈപ്പ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതും കൂടി ആഡ് ചെയ്യാം. ഇന്ന് നമ്മൾ ചായ കുടിക്കാൻ വന്ന ഒരു 20 മിനിറ്റ് നേരം കൊണ്ടാണ് നമ്മൾ ആ ബ്രോന്, നമ്മുടെ ചായപ്പിടിയിലെ ബ്രോന് നമുക്കൊരു വെബ്സൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. അതായത് ഇന്നത്തെ കാലത്ത് പഴയ പോലെ അല്ല, വൈബ് കോഡിങ് യൂസ് ചെയ്തിട്ട് ആർക്കും ഇതുപോലുള്ള വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയ്ക്ക് വേണ്ട ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ കോഡിംഗ് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഭയങ്കരമായിട്ട് അത് പഠിച്ചെടുത്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാത്രമല്ല, ഇപ്പോൾ വൈബ് കോഡിംഗ് യൂസ് ചെയ്തിട്ട് ആർക്കും ഇതുപോലുള്ള വെബ്സൈറ്റുകളും ആപ്ലിക്കേഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പം ഇതുപോലുള്ള ഒരുപാട് വൈബ് കോഡിംഗ് ടൂളുകളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.